ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം ആകാശവും ഭൂമിയും സമുദ്രവും അതിലെ സമസ്തവും സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്നൊരു വാക്കുകൊണ്ടാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതാകട്ടെ സ്വന്തം കൈകൊണ്ടും സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം ശ്വാസം നൽകിയുമാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്നു. അതുകൊണ്ട് തന്നെ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ മനുഷ്യരൂപത്തിലാണ് ഭൂമിയിലേക്ക് അയച്ചത്. ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുക ഒരേ ഒരു കാര്യം മാത്രമാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്ന്. എന്നാൽ പലപ്പോഴും മനുഷ്യർക്ക് അത് സാധിക്കുന്നില്ല. കാരണം കഴിഞ്ഞകാല ജീവിതത്തിൽ അവന് സംഭവിച്ചു പോയ ചില മുറിവുകളായിരിക്കാം. അത് ഒരു പക്ഷേ രോഗമായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും വേർപാടായിരിക്കാം, മരണമായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം. ഈ മുറിവുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവന് ദൈവസ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പലപ്പോഴും സാധിക്കുന്നില്ല. ഈ മുറിവുകൾ ഈശോയുടെ തിരുരക്തത്താൽ ഉണക്കപ്പെടുകയും അതുവഴിയായിട്ട് അവൻ സൗഖ്യം നേടുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ നിലനിൽക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.